നമസ്കാരം. ഇറാൻ ഇസ്രായേൽ പോരുമുറുകുമ്പോൾ ബാബ വാങ്കിയുടെ പ്രവചനങ്ങൾ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ആണവ കേന്ദ്രങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്ന് പറയുമ്പോൾ സൈബർ ആക്രമണവുമായി ഇസ്രായേൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ലോകമൊന്നാകെ ബാബ വാങ്കിയുടെ ഞെട്ടിക്കുന്ന പ്രവചനങ്ങളെ ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണ്. മരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബാബ വാങ്കിയുടെ പ്രവചനങ്ങളെല്ലാം ലോകം ഇന്നും ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നു എന്നത് ഉറപ്പാണ്. പ്രവചനങ്ങളിൽ പലതും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. ഗൂഢാലോചനാ സിദ്ധാന്തത്തിന് പേരുകേട്ട ബാബ വാങ്ക ചർച്ചയാകുന്നത് വെറുതെയല്ല. ലോകത്ത് സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായി നിരവധി കാര്യങ്ങൾ ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധ പശ്ചാത്തലമാണ് ഒരിക്കൽ കൂടി ബാബ വാങ്കയുടെ പ്രവചനങ്ങളെ മുഖവിലേക്കെടുക്കാൻ ലോകത്തെ പ്രേരിപ്പിക്കുന്നത്. കാരണം ഇറാൻ ഇസ്രായേൽ യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ ലോകം വലിയ ആശങ്കയിലാണ്. ഇറാന്റെ സമീപകാല സുപ്രധാന വ്യോമാക്രമണത്തിന് മറുപടിയായി സഖ്യകക്ഷികളുടെ സംയമനത്തിനായുള്ള ആഹ്വാനങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ സ്വതന്ത്രമായി നടപടിയെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചു കഴിഞ്ഞു. മറുവശത്ത് ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ചെറിയ അധിനിവേശം പോലും ഇറാനിൽ നിന്ന് വലിയ പ്രതികരണത്തിന് കാരണമാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വ്യക്തമാക്കിയിട്ടുണ്ട്. സിറിയയിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ 3 ഉന്നത ജനറൽമാരെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേലിന് നേരെ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണം നടത്തിക്കഴിഞ്ഞു. യുഎസും യുകെയും യൂറോപ്യൻ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഇറാന്റെ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നു. മറുവശത്ത് തുർക്കി, ഹമാസ് തീവ്രവാദ സംഘടന, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം എന്നിവർ ഇറാന്റെ നടപടിയെ പിന്തുണച്ചു. പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ നയതന്ത്ര സ്വരത്തിൽ രംഗത്തെത്തുകയും ചെയ്തു. യുദ്ധം വലിയ നീക്കങ്ങളിലേക്ക് കടക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. യൂറോപ്പിൽ തീവ്രവാദ ആക്രമണങ്ങൾ, ജൈവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റൊരു ലോകമഹായുദ്ധവും ഈ വർഷം നടക്കുമെന്നാണ് ബാബ വാങ്ക പ്രവചിച്ചിട്ടുള്ളത്. ഇപ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം 3ാം ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിലും ലോകത്തൊട്ടാകെയുമുണ്ട്. ഭീകര പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് അവർ ഈ വർഷത്തേക്ക് പ്രവചിച്ചിട്ടുള്ളത്. ക്യാൻസറിന് മരുന്ന്, ഗുരുതരമായ കാലാവസ്ഥാ മാറ്റങ്ങൾ, സൈബർ ആക്രമണം, ആണവ യുദ്ധ സാധ്യത ഇതെല്ലാം തന്നെ 2024 ഉണ്ടാകുമെന്നാണ് ബാബ വാങ്ക പ്രവചിച്ചിട്ടുള്ളത്. 2024 ലോകത്ത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുമെന്നാണ് ബാബ വാങ്ക പറഞ്ഞ കാര്യം. സുരക്ഷയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ആക്രമണങ്ങൾ ലോകത്തുണ്ടാകുമത്രേ. ലോകം ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിക്കുമെന്നും രാജ്യങ്ങൾ നട്ടം തിരിയുമെന്നും അവർ നേരത്തെ പ്രവചിച്ചു വെച്ചു. അതേപോലെ തന്നെ ജൈവായുധങ്ങളുടെ പരീക്ഷണമോ അല്ലെങ്കിൽ അതിന്റെ ആക്രമണങ്ങളും നടക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. ആണവ നവീകരണത്തിനും പരിഷ്കാരങ്ങൾക്കും രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപകളാണ് ചിലവാക്കുന്നത്. ജൈവായുധങ്ങളുടെ വളർച്ച, ജൈവായുധങ്ങളുടെ ആക്രമണങ്ങൾ ഇവയും ഉണ്ടാകുമെന്ന് പറയുന്നതിന് പിന്നിലപ്പോൾ കാരണങ്ങളുണ്ട്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശവും ഇസ്രായേൽ ഹമാസ് സംഘർഷവും നിലവിൽ വലിയ പ്രശ്നങ്ങളായിട്ട് തുടരുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് ഇറാൻ കൂടി വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കടുത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ജൈവായുധം പ്രയോഗിക്കുമെന്ന് പുടിൻ പറഞ്ഞതും വലിയ വാർത്തയായിരുന്നു. എന്തായാലും ബാബ വാങ്കിയുടെ പ്രവചനങ്ങൾ സത്യമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. 12ാം വയസ്സിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ബാബ വാങ്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഒരു പറ്റം ആളുകൾ പറയുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് പ്രവചനങ്ങൾ നടത്താൻ തുടങ്ങിയതോടെയാണ് ഇവർ പ്രശസ്തിയിലേക്ക് എത്തുന്നത്. 96-ൽ 84ാം വയസ്സിൽ മരണപ്പെട്ട ബാബ വാങ്ക അന്നു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്നതിലെ ആശ്ചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ലോകം വലിയ നാശത്തിലേക്ക് പോകാതിരിക്കട്ടെ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നും ആണവ ആക്രമണങ്ങൾ ലോകത്തെ ഒന്നാകെ നശിപ്പിക്കുമെന്നതും ആ ഒരു ബോധം എല്ലാ ലോക നേതാക്കൾക്കും ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം.